എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ സുസാനകള് അവറ്റകളിപ്പോ ഗാറയെയും അപ്പൂപ്പ ഹൊക്കാഗെയും അങ്ങനെ അടിച്ചു തെറിപ്പിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമായിരിക്കുമെന്ന് ഗാറ പറയും. മറ്റൊരു ഭാഗത്ത് റെയ്ക്കാക ആളിപ്പോ ഹൊക്കാഗെ എന്നോട് വിളിച്ചു പറയും, നീ ദയവ് ചെയ്ത് നിന്റെ ഫുൾ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യരുത്. ഹൊക്കാഗെ ആന്റി പറയും, എനിക്ക് വേറെ വഴിയില്ല, ഉറപ്പായിട്ടും ഞാൻ അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്ന സമയം തന്നെ ചോര ഛർദിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. അപ്പൊ അതേസമയം ഹിറ്റാച്ചിയുടെ മറ്റൊരു സുസാന റെയ്ക്കാകെ അങ്ങനെ മടക്കി ചുരുട്ടി കയ്യിലെടുക്കും. അത് കണ്ട് അപ്പൂപ്പ ഹൊക്കാക ആൾ അങ്ങനെ മണ്ണിനടിയിലൂടെ വന്ന് റെയ്ക്കാകെ പിടിച്ചു വലിച്ച് സേഫായി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അത് കണ്ട് ഹിറ്റാച്ചിക്ക് കലിയിളകും. അവനുടനെ കാര്യം വഷളാകുന്നു മനസ്സിലാക്കി ഇപ്പൊ അപ്പൂപ്പ ഹൊക്കാകെ അങ്ങനെ പോയിന്റ് ചെയ്യാൻ തുടങ്ങും. ഉടനെ അപ്പൂപ്പ ഹൊക്കാക ആള് നിലവിളിച്ചു പറയും, എല്ലാ ഹൊക്കാഗമാരും എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വരണം. നമ്മൾ 5 പേരെയും വിശ്വസിച്ചാണ് നറൂട്ടോ അവൻ ആ ടോബി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ 5 പേരും സാധാരണക്കാരല്ല, 5 ഹൊക്കാഗമാരാണ്. സോ ഉറപ്പായിട്ടും എന്ത് വില കൊടുത്തും ഇവരെ നമ്മൾ തോൽപ്പിക്കണമെന്ന് പറയുമ്പോ ഓരോ ഹൊക്കാഗമാരായിട്ട് അപ്പൂപ്പ ഹൊക്കാഗയുടെ അടുത്തേക്ക് അങ്ങനെ വരും. അപ്പൂപ്പ ഹൊക്കാഗെ ഉടനെ ഇപ്പൊ പാർട്ടിക്കിൾ സ്റ്റൈൽ ചിപ്സു അത് ക്രിയേറ്റ് ചെയ്യും. ഹൊക്കാഗെ ആന്റി ആണെങ്കിൽ അപ്പൂപ്പന് ആവശ്യമായിട്ടുള്ള പവർ അത് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും മാതൃക്ക് മനസ്സിലാവുക അപ്പൂപ്പ ഹൊക്കാഗ അവനെ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. ഉടനെ അവൻ എഴുന്നേറ്റ് പുറകിലേക്ക് ഉഷാറായിട്ട് ഓടും. അപ്പൊ അതേസമയം അപ്പൂപ്പ ഹൊക്കാഗ അവന്റെ സുസാനെ മുഴുവനായിട്ടും അങ്ങനെ അബ്സോർബ് ചെയ്ത് തീർക്കും. പക്ഷെ അപ്പൂപ്പ ഹൊക്കാഗ വിടില്ല. ആള് പാർട്ടിക്കൽ ഗെഞ്ചിപ്സു അത് 2 മാറ്റും. എന്നിട്ട് വീണ്ടും മാതിരയുടെ പിന്നാലെ പോയി അതിൽ ലൈറ്റ്നിങ് ജിപ്സു കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മാതുര അവൻ വീണ്ടും മുൻപോട്ട് കുതിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ കാറ അവനിപ്പോ അവന്റെ സാൻഡ് പവർ ഉപയോഗിച്ച് അടുത്ത സെക്കൻഡ് തന്നെ മാതുരയെ മുഴുവനായിട്ടും ലോക്ക് ചെയ്യാണ്. ലൈറ്റ്നിങ്, വാട്ടർ, സാൻഡ് അങ്ങനെ എല്ലാ പവർ ഉപയോഗിച്ച് 5 കാകാസും ചേർന്ന് മാതുരയെ ഒരു വിധത്തില് സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൂപ്പ ഹൊക്കാഗ പറയും, ഇതാണ് ഞങ്ങളുടെ കാകാസിന്റെ ഫുൾ പവർ, ഇതിൽ നിന്ന് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പറഞ്ഞ് അവനെ പൂർണ്ണമായിട്ടും അതിൽ സീൽ ചെയ്യും. പക്ഷെ മാതുര അവൻ അപ്പോഴും ഇപ്പൊ നമ്മുടെ കാകാസിനെ നോക്കി കളിയാക്കും. അടുത്ത സെക്കൻഡ് അവന്റെ സുസാനയെ ഫുൾ പവറിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അവന്റെ സുസാനയെ വെച്ച് 5 കാകാസിനെയും നോക്കി നിൽക്കും. നല്ല അടിപൊളി ഹുഡിയൊക്കെ ഇട്ട് അങ്ങനെ മാസായിട്ട് മാതുര സ്റ്റാർ ആയിട്ട് നിൽക്കും. കാകാസ് ആണെങ്കിൽ ആകെ ഡിസപ്പോയിന്റഡ് ആവും. കാരണം അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൺട്രോൾ ചെയ്യാനാവുന്നില്ല. ഫിജിക്കാഗയുടെ ആ ഒരു പാർട്ടിക്കിൾ സ്റ്റൈൽ അറ്റാക്ക് അതവൻ അങ്ങനെ തകർത്ത് കളയും. അതിനുശേഷം വലിയൊരു സ്ക്വാഡൊക്കെ ആയിട്ട് പുതിയ രീതിയിൽ പുതിയ ഭാവത്തില് അവന്റെ സുസാന അതങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. മാതുര അവന്റെ സ്ക്വാഡ് അതങ്ങനെ എടുത്ത് ആഞ്ഞു വീശാനായിട്ട് ആരംഭിക്കും. അവന്റെ സ്ക്വാഡിന്റെ പവറിൽ അവിടെ ഉണ്ടായിരുന്ന മലകൾ പോലും അങ്ങനെ തകർന്നു പോവും. കാകാസ് എല്ലാവരും ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോവും. അപ്പൊ നമ്മുടെ അപ്പൂപ്പ ഹൊക്കാഗ ആൾ അവനോട് ചോദിക്കും, അന്ന് എന്തുകൊണ്ടാണ് നീ എന്നെ അറ്റാക്ക് ചെയ്യാതെ പോയത്? അതിന് മാതുര പറയും, ഞാൻ ഒരിക്കലും ചെറിയ കുട്ടികളോട് ഫൈറ്റ് ചെയ്യാറില്ല. എനിക്ക് എൻ്റെ അതേ സൈസിലുള്ള നല്ല പവറുള്ള ഇരകളെയാണ് ഏറ്റവും ഇഷ്ടം. ഇനിയാണ് എൻ്റെ പവർ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവന്റെ സുസാന അതങ്ങനെ മുൻപോട്ട് വരും. പക്ഷെ അപ്പൂപ്പ ഹൊക്കാഗ ആൾക്കൊരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കും. മാതുര പറയും, ഞാൻ ശരിക്കൊന്ന് എന്റെ പവർ പുറത്തേക്ക് കൊണ്ടുവന്ന ഈ ഒരു യൂണിവേഴ്സ് പോലും അത് താങ്ങില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കബൂട്ടോയെ കാണിക്കും. കബൂട്ടോ ആണെങ്കിൽ ഇപ്പൊ പൂർണ്ണമായും ഹിറ്റാച്ചിയുടെ കൺട്രോൾ ആയി കഴിഞ്ഞു. ഹിറ്റാച്ചി ആണെങ്കിൽ അവന്റെ റീആനിമേഷൻ ജിപ്സുവിന്റെ ആ ഒരു സീക്രട്ട് അത് കറക്റ്റായി അവനിൽ നിന്ന് ഇപ്പൊ മനസ്സിലാക്കി എടുക്കും. അടുത്ത സെക്കൻഡ് ഹിറ്റാച്ചി അവനിപ്പോ ആ ഒരു റീആനിമേഷൻ ജിപ്സു അത് തകർക്കാനായിട്ട് തുടങ്ങും. സാസുവയ്ക്കാണെങ്കിൽ അവന്റെ ഇമോഷൻ അത് കൺട്രോൾ ചെയ്യാനാവില്ല. കാരണം ഈ ഒരു റീആനിമേഷൻ അത് ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനവന്റെ ചേട്ടനെ ഇതുപോലെ കാണാനായിട്ട് കഴിയില്ല. സാസുക ഹിറ്റാച്ചിയോട് പറയും, ഹിറ്റാച്ചി എനിക്കിപ്പോ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ലീഫ് വില്ലേജിനോടുള്ള വെറുപ്പ് അത് കൂടി വരികയാണ്. പക്ഷെ നീ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് എന്നെ തടയാനാണ്. ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നീ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. ഉറപ്പായിട്ടും ലീഫ് വില്ലേജ് ഞാൻ തകർക്കും. അവനത് പറയുമ്പോഴേക്കും ഇവിടെ ഹിറ്റാച്ചി അവൻ കബൂട്ടോയെ കൊണ്ട് തന്നെ ആ ഒരു റീആനിമേഷൻ ജിപ്സു അത് മുഴുവനായിട്ടും ഇപ്പൊ ബ്രേക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ ഓരോ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. ടിമിമാരു, ഡാൻ, ഗ്രാനിച്ചി, മോൺസ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരും പതിയെ പതിയെ ആ റീആനിമേഷൻ ബ്രേക്കായി ഇപ്പൊ അങ്ങനെ നശിക്കാനായിട്ട് ആരംഭിക്കും. അതേസമയം ആ മാതുര അവന്റെ വലിയ സുസാന അത് മുഴുവനായിട്ടും തകർന്ന് അവിടെ ഡിസപ്പിയർ ആവും.
കട്ട് ചെയ്ത ഇവിടെ ഹിറ്റാച്ചി അവനാണെങ്കില് ഇപ്പൊ സാസുയ്ക്ക് കൊടുത്ത ആ ഒരു വാക്ക് അത് പാലിക്കാൻ പോവാണ്. ഹിറ്റാച്ചി പറയും, ഇനിയും ഞാൻ സത്യം മറച്ചു വെക്കുന്നില്ല, എല്ലാ സത്യങ്ങളും നീ തിരിച്ചറിയണമെന്ന് പറഞ്ഞ് അവന്റെ കണ്ണുപയോഗിച്ച് സാസുകയെ വീണ്ടും ഇപ്പൊ ഒരു ഗെഞ്ചിപ്സുവിലേക്ക് കൊണ്ടുപോകും. സാസുകയാണെങ്കില് ഇപ്പൊ പതിയെ ഗെഞ്ചിപ്സുവിലേക്ക് പോയി ഹിറ്റാച്ചിയുടെ മെമ്മറിയിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് കാണാൻ തുടങ്ങും. അവൻ ആദ്യം കാണുക സീസി ഉച്ചിഹയെയും ഹിറ്റാച്ചി ആയിരിക്കും. സീസി ഉച്ചിഹ പറയും, ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലാൻ അത് നശിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ക്ലാനിനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള നേഷൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഞാൻ എങ്ങനെയെങ്കിലും ക്ലാൻ പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും ആ ഡാസോ അവൻ എൻ്റെ ഒരു കണ്ണ് അത് മോഷ്ടിച്ചെടുത്തു. ഡാസോയ്ക്ക് എന്നെ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ എന്നോട് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഇനിയൊരു റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത കണ്ണ് അത് ഞാൻ നിനക്ക് തരാണ്. ഉറപ്പായിട്ടും നമ്മൾ ഏറ്റെടുത്ത ദൗത്യം ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അത് നീ വേണം നിറവേറ്റാൻ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് 4 ഒഫീഷ്യൽസിന്റെ അടുത്തേക്ക് ഇപ്പൊ ഹിറ്റാച്ചി വരും. അപ്പൊ ഒഫീഷ്യൽസ് പറയും, ദിവസങ്ങൾ കഴിയുന്തോറും ഒച്ചിഹ ക്ലാൻ നമുക്ക് വലിയൊരു പാരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് ഒച്ചിഹ ക്ലാൻ മുഴുവനായിട്ടും നമുക്ക് നശിപ്പിച്ചേ പറ്റൂ. അത് കേട്ട് തേർഡ് ഹോക്കാഗെ പറയും, അയ്യോ ഇല്ല, നമ്മൾ ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. പക്ഷെ ഡാസോ അവൻ അടിച്ചു പറയും, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ക്ലാൻ മുഴുവൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. കുട്ടികളെ പോലും നമ്മൾ വെറുതെ വിടാനായിട്ട് പാടില്ല. അതിന് തേർഡ് ഹോക്കാഗെ പറയും, നീ എന്തായി പറയണേ? ഹിറ്റാച്ചിയുടെ മുൻപിൽ വെച്ചാണ് നീ ഇതൊക്കെ പറയുന്നെന്നുള്ള കാര്യം ഓർമ്മ വേണം. മാത്രമല്ല, പണ്ട് ഉച്ചിഹ ക്ലാനിലുള്ളവര് നമ്മൾ ഒരുപാട് തരത്തില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് മറന്ന് അവരെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. നമുക്കാദ്യം സമാധാനപരമായിട്ട് അവരോട് സംസാരിക്കാം. അതിനുശേഷം മറ്റുള്ള സ്ട്രോങ് ഡിസിഷൻസ് ഒക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഡാസോ അവനത് കേൾക്കാൻ തയ്യാറാവില്ല. അവൻ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ഹിറ്റാച്ചിയെ മാറ്റി നിർത്തി സംസാരിക്കും. നീ ഒരു കാരണവശാലും തേർഡ് ഹോക്കാഗെ പറയുന്നത് നീ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിന്റെ റിക്വസ്റ്റ് പ്രകാരം നിന്റെ ബ്രദറിനെ അവനെ നീ കൊല്ലണ്ട. പക്ഷെ ഉറപ്പായിട്ടും ബാക്കിയുള്ള എല്ലാവരെയും നീ കൊന്നിരിക്കണം. ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ വാക്ക്. എനിക്ക് ഉറപ്പായിട്ടും ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. സോ ഇത് ചെയ്യാൻ നിന്നെ പോലെ ഒരു ഡബിൾ ഏജന്റിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതിന് ഹിറ്റാച്ചി അവൻ വേറെ വഴിയില്ലാതെ ഇപ്പൊ ഉച്ചിഹ ക്ലാൻ തകർക്കാനായി ക്ലാനിലേക്ക് പോവും. പക്ഷെ ഹിറ്റാച്ചി അവൻ ഒറ്റയ്ക്കായിരിക്കില്ല. അവന്റെ കൂടെ അവൻ ആ ടോബിയെ കൂടെ കൂട്ടും. അപ്പോഴായിരിക്കും ടോബി അവൻ പറയാ, എനിക്ക് ഉച്ചിഹ ക്ലാനിനോടും വെറുപ്പാണ്. അതുപോലെ തന്നെ ലീഫ് വില്ലേജിനോടും എനിക്ക് പകയുണ്ട്. സോ നിന്റെ ഈ ഒരു മിഷനില് നിന്നെ സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷെ ഹിറ്റാച്ചി പറയും, ഒരു കാരണവശാലും നീ ലീഫ് വില്ലേജിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് പാടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹിറ്റാച്ചി അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന്റെ പപ്പയോടും മമ്മയോടും പറയും. അതിന് പപ്പ പറയും, ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നിന്റെ അനിയൻ അവനെ ഉറപ്പായിട്ടും നീ കൈവിടരുത്. അവനൊരു നല്ല ലൈഫ് കൊടുക്കാൻ നിനക്ക് കഴിയും. ഹിറ്റാച്ചി പൊട്ടിക്കരഞ്ഞ് അവന്റെ അച്ഛനെയും അമ്മയെയും വെട്ടിയെറിയും. അപ്പോഴായിരിക്കും സാസുക ആ റൂമിലേക്ക് വരിക. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. ഹിറ്റാച്ചി പറയും, ഇതാണ് അന്ന് നടന്നത്. ഹിറ്റാച്ചി പറയും, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ഒരുപാട് കളവ് പറഞ്ഞു. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിനക്കൊരു ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ അവസാനമായിട്ട് ഹിറ്റാച്ചി ഇപ്പൊ സാസുകയെ അവൻ അങ്ങനെ ഹഗ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.